അപ്പൊ ചേലാകർമ്മം ഇസ്ലാമികമല്ല എന്നും ബാലാവകാശ ലംഘനമാണ് എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമർപ്പിച്ച ഹർജിയിൽ നടപടിയെടുക്കാതെ ബാലാവകാശ കമ്മീഷൻ. പരാതി കൊടുത്തത് ബാലുശ്ശേരി സ്വദേശി അഡ്വക്കേറ്റ് അബ്ദുള്ള ഷഫീഖ് അലി. തെളിവുകൾ സഹിതം കമ്മീഷന് പരാതി നൽകിയെന്ന സുന്നി മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ മതസംഘടനകളെ എതിർകക്ഷിയാക്കിയാണ് ഹർജി നൽകിയത്. അനാചാരമായ സതി, അതായത് ഷഫീഖ് അലി പറയാണ്, അനാചാരമായ സതി നിർത്തലാക്കിയതുപോലെ സുന്നത്തും നിർത്തലാക്കണമെന്നാണ് പരാതിയിൽ അദ്ദേഹം ആവശ്യപ്പെട്ടത്. വിഷയം ഞങ്ങളുടെ അധികാര പരിധിയിൽ വരുന്നത് അല്ല എന്നും അതിനാൽ ഞങ്ങളത് തള്ളുന്നു എന്നും പറഞ്ഞുകൊണ്ടുള്ള വിചിത്രമായ മറുപടിയാണ് കമ്മീഷൻ നൽകിയത്. ഇത് ജനൻ ടിവിയുടെ വാർത്ത കേട്ടോ. മാത്രമല്ല, പ്രവാചകൻ 80 വയസ്സിലാണ് ചേലാകർമ്മം ചെയ്തത് എന്ന് അഡ്വക്കേറ്റ് അബ്ദുള്ള ഷഫീഖ് അലി ജനൻ ടിവിയോട് പറഞ്ഞു. ഏത് പ്രവാചകൻ? പ്രവാചകനുണ്ട്, പക്ഷെ ഏത് പ്രവാചകൻ? മുഹമ്മദ് നബി 63-ാമത്തെ വയസ്സിൽ വഫാത്തായി മരണപ്പെട്ടിട്ടുണ്ട്. അതൊന്ന് വേർതിരിച്ചു കൊടുക്കെങ്കിലും ജനൻ ടി വിക്ക് ചെയ്യാമായിരുന്നു. അത് പോട്ടെ, ഏതായാലും ഓരോ കാര്യങ്ങൾ എടുത്തു കൊണ്ടുവന്ന് ഈ കോലത്തിലൊക്കെ വാർത്ത കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടപടിക്രമങ്ങളുമായി പോകുന്ന ആളുകളെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ളതൊന്നും ചോദിക്കാൻ ചിലപ്പോൾ നേരം കിട്ടിയിട്ടുണ്ടാവില്ല. ഷഫീഖ് അലി പറയാണ്, ദൈവം ഏറ്റവും നല്ല രീതിയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നാണ് ഖുർആനിൽ പറയുന്നത്. തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ ദൈവ സൃഷ്ടിക്ക് കോട്ടം വരുത്തുന്നത് കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് കമ്മീഷന് വിശദമായ പരാതി നൽകിയത്. ഇതൊന്നും മുഖവിലക്കെടുക്കാതെ കമ്മീഷൻ അത് തള്ളുകയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് കരയുകയാണ്, വിലപിക്കുകയാണ്. എന്താണ് ഈ ചേലാകർമ്മം? എന്തിനാണ് ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് ഇസ്ലാമിനെ നോക്കണ്ട. എൻ്റെ ശബ്ദം കേൾക്കുന്ന മറ്റു മതസ്ഥര്, മതം ഇല്ലോല് ഇല്ലാത്തോല്, ഇനി മതത്തിനോട് അകന്ന് നിൽക്കണോല്, XYZ സകലമാന ആൾക്കാർക്ക് മുമ്പിലും ഈ ഒരു വിഷയത്തെ പറയണമെന്നുണ്ട്. ഇപ്പൊ ഈ പറയുന്ന ഷഫീഖ് അലി പറയാണ്, കുട്ടി ജനിക്കുമ്പോൾ ലിംഗാഗ്ര ചർമ്മം അവിടെ ഉണ്ടല്ലോ, അത് നല്ല സൃഷ്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ ഷഫീഖ് അലി രംഗത്ത് വന്നിട്ടുള്ളത്. ശാസ്ത്രം പറയുന്നതെങ്കിലും ഷഫീഖിനെ പോലെയുള്ള ആളുകൾ കേൾക്കണം. ഗർഭകാലത്ത് ലിംഗാഗ്ര ചർമ്മം കുഞ്ഞിന്റെ അനിവാര്യതയാണ്. ഗർഭപാത്രത്തിൽ കിടക്കുമ്പോഴുള്ള പലതരം അണുബാധയിൽ നിന്നും ലിംഗമുഖത്തെ സംരക്ഷിച്ചു വെക്കലാണ് അപ്പോഴുള്ള പുറംതൊലിയുടെ ധർമ്മമെന്ന് ഗവേഷകർ വ്യക്തമാക്കുക. മറ്റൊരു കാര്യം കൂടി ആലോചിച്ച് നോക്കൂ. ഗർഭസ്ഥ ശിശു പോഷകങ്ങളും ഓക്സിജനും ഒക്കെ വലിച്ചെടുക്കുന്ന പ്ലാസന്റയുടെ ആവശ്യം പ്രസവശേഷം ഇല്ലാത്തത് കൊണ്ട് അത് കട്ട് ചെയ്ത് കളയും. പുക്കിൾക്കൊടി അത് സൃഷ്ടിപ്പിലുള്ളതാണെന്ന് പറഞ്ഞാൽ അത് ആരെങ്കിലും ഈ പറയുന്നത് പോലെ തൂക്കിപ്പിടിച്ച് നടക്കലുണ്ടോ? അതില്ല. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കലാണ് പതിവ്. ജനനം മുതൽ കുഞ്ഞ് വായ കൊണ്ട് ഭക്ഷിക്കാനും ശ്വാസകോശം കൊണ്ട് ശ്വസിക്കാനും തുടങ്ങും. അതുപോലെ തന്നെയാണ് ജനനത്തിനു ശേഷമുള്ള ലിംഗാഗ്രത്തിന്റെ അവസ്ഥ. വിസർജനവും പ്രജനനവും അടക്കമുള്ള വലിയ ധർമ്മങ്ങൾ നിർവഹിക്കാനുള്ളത് കൊണ്ട് തന്നെ ആവശ്യമില്ലാത്തതും ദോഷം ചെയ്യുന്നതുമായ ലിംഗാഗ്ര ചർമ്മത്തെ മുറിച്ചു മാറ്റുന്നത് കൂടുതൽ സുരക്ഷ നൽകുന്നത് കൊണ്ടാണ് ഇസ്ലാം അത് നിർദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ ഇസ്ലാം അവിടെ നിൽക്കട്ടെ, ലോകാരോഗ്യ സംഘടന, ഇത് മുസ്ലിങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. ലോകാരോഗ്യ സംഘടന 2007 നടത്തിയ സർവേ അനുസരിച്ച് 66,45,00,000 പേര് ചേലാകർമ്മം നടത്തിയ ആൾക്കാരാണ്. ഇതിൽ 70% മാത്രമാണ് മുസ്ലിങ്ങളുള്ളത്. ചേലാകർമ്മത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയും സുരക്ഷയും കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് മുസ്ലിങ്ങളല്ലാത്ത പലരും ചേലാകർമ്മത്തിന് വിധേയരാകുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ ഡോക്ടർമാരോടൊക്കെ ചോദിച്ചു നോക്കൂ. ഇപ്പോൾ മുസ്ലിങ്ങളല്ലാത്ത ഡോക്ടർമാരോട് ചോദിച്ചു നോക്കൂ. അതായത് ലിംഗത്തിൻ്റെ അധികമുള്ള ചർമ്മഭാഗം മുറിച്ചു മാറ്റാത്ത പക്ഷം ഒട്ടേറെ അണുക്കൾ ആ ചർമ്മത്തിനും മാംസത്തിനുമിടയിൽ വസിക്കുകയും അവ പല വിധത്തിലുള്ള രോഗങ്ങൾക്ക് നിമിത്തമാവുകയും ചെയ്യുന്നു എന്ന് ശാസ്ത്രം കണ്ടുപിടിക്കുകയാണ്. ശാസ്ത്രം അത് വിശദീകരിക്കുകയാണ്. ഫംഗസുകളും ബാക്ടീരിയകളും വൈറസുകളും പലതരത്തിൽ ശരീരത്തെ ആക്രമിക്കുന്ന സാഹചര്യം ഇല്ലാതാക്കാൻ ചേലാകർമ്മം മുഖേന സാധിക്കുമെന്ന് ബോധ്യപ്പെടുകയാണ്. അമേരിക്കൻ അക്കാദമി ഓഫ് പീഡിയാട്രിക് ചേലാകർമ്മം ചെയ്തവരും ചെയ്യാത്തവരുമായ ലക്ഷക്കണക്കിന് കുട്ടികളിൽ നടത്തിയ പഠനത്തിൽ
ചേലാകർമ്മം ചെയ്യാത്തവരിൽ ചെയ്തവരെ അപേക്ഷിച്ച് മൂത്രസംബന്ധിയായ രോഗങ്ങൾ കൂടുതലുണ്ട് എന്നാണ് കണ്ടെത്തിയത്. ചേലാകർമ്മം ചെയ്തവരെക്കാൾ ചേലാകർമ്മം ചെയ്യാത്തവർക്ക് രോഗം കൂടിയിരിക്കുന്നു, മൂത്രസംബന്ധിയായ രോഗം കൂടിയിരിക്കുന്നു. ആരാ പറയുന്നത്? ശാസ്ത്രലോകം പറയാണ്. മാത്രമല്ല ചേലാകർമ്മം വൈകുന്തോറും യൂറിനറി അണുബാധ കൂടി വരുന്നതായും ഈ പറയുന്ന ഗവേഷകന്മാർ സാക്ഷ്യപ്പെടുത്തുകയാണ്. ലിംഗാഗ്ര ചർമ്മത്തിൽ ബാക്ടീരിയകൾക്ക് വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതോടെ അണുബാധക്കുള്ള സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ശാസ്ത്രലോകം നമ്മളോട് വിളിച്ചു പറയാണ്. ചേലാകർമ്മം ചെയ്യാത്തവരുടെ ലിംഗാഗ്ര ചർമ്മം കീഴോട്ട് ഇറങ്ങാതെ ഫൈമോസിസ്, മുകളിലോട്ട് കയറാത്ത പാരാഫൈമോസിസ് എന്നീ അവസ്ഥകൾ രൂപപ്പെടുകയും ലിംഗത്തിനും ചർമ്മത്തിനുമിടയിൽ 2 തരത്തിലുള്ള പഴുപ്പ് ഉണ്ടാവുന്നതും സ്വാഭാവികമാണ്. പഴുപ്പുണ്ടാകുന്ന പറയുന്നത് തൊലി മൂടിക്കിടക്കുമ്പോഴുള്ള ചൂടും മൂത്രം പൂർണ്ണമായി പുറത്തു പോകാതിരിക്കുമ്പോഴുള്ള വൃത്തിയില്ലായ്മയുമാണ് അണുക്കൾക്ക് വളരാൻ പറ്റിയ സാഹചര്യം ഒരുക്കുന്നത് എന്ന് ശാസ്ത്രലോകം പറയാണ്. ആന്റിബയോട്ടിക്കുകളും ആന്റി ഫംഗൽ ലേപനവും ഉപയോഗിച്ചാണ് ഇതിൻ്റെ ചികിത്സ നടത്തുന്നത്. എന്നാൽ അത് പൂർണ്ണമായി ഭേദമാവാനും അത് വീണ്ടും വീണ്ടും ആവർത്തിക്കാതിരിക്കാനുമൊക്കെ ചേലാകർമ്മം നിർവഹിക്കുക മാത്രമാണ് പോംവഴി എന്നാണ് ഗവേഷകർ നിർദ്ദേശിക്കുന്നത്. ഇസ്ലാം എന്ത് പറഞ്ഞോ അത് തന്നെയാണ് ഗവേഷകർ നിർദ്ദേശിച്ചു കൊണ്ടിരിക്കുന്നത്. ലിംഗത്തിനും അതിൻ്റെ അഗ്രചർമ്മത്തിനുമിടയിൽ നിലകൊള്ളുന്ന സ്മെഗ്മയാണ് അതിനുള്ള കാരണമെന്നും അവർ പറഞ്ഞു വെക്കുകയാണ്. ചർമ്മത്തിൻ്റെ അടിയിൽ കെട്ടി നിൽക്കുന്ന സ്മെഗ്മ എന്ന പദാർത്ഥം ക്യാൻസറിന് വഴിതെളിക്കുന്നതാണ് എന്നും കൂടി ശാസ്ത്രലോകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നല്ലോണം കേട്ടോളി. അഗ്രചർമ്മം പിറകോട്ടാക്കി സ്മെഗ്മ എന്ന വെളുത്ത പദാർത്ഥം വൃത്തിയാക്കിയില്ലെങ്കിൽ മേൽപ്പറഞ്ഞ പ്രശ്നമുണ്ടാവാം. അതുകൊണ്ട് തന്നെ ചേലാകർമ്മം ചെയ്യാത്തവർ അഗ്രചർമ്മം ദിവസത്തിൽ 2 പ്രാവശ്യമെങ്കിലും പിറകോട്ടാക്കി ശുദ്ധ വെള്ളം കൊണ്ട് വൃത്തിയാക്കേണ്ട ഒരവസ്ഥയുണ്ട് കേട്ടോ എന്ന് വൈദ്യശാസ്ത്രം നിർദ്ദേശിക്കുകയാണ്. മുസ്ലിങ്ങളല്ല, വൈദ്യശാസ്ത്രം നിർദ്ദേശിക്കുകയാണ്. സുന്നത്ത് ചെയ്തവർക്ക് ഏതായാലും അവിടെ വൃത്തിയായിരിക്കുകയും ചെയ്യുമെന്നുകൂടി അടിവരയിടുകയാണ്. ഇസ്ലാമിൻ്റെ മേലെ കുതിര കയറുമ്പോൾ ഇസ്ലാം എന്ത് പറഞ്ഞു എന്നതിനെക്കുറിച്ച് ശാസ്ത്രലോകത്തെങ്കിലും ഒന്ന് നോക്കിക്കൂടെ? ഈ ചേലാകർമ്മം കൊണ്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. പച്ചക്ക് പറയുകയാണെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പോലും അതിൻ്റെ മാറ്റം ശരിക്ക് ഉണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പോൾ ഇതൊക്കെ തുറന്ന് പച്ചക്ക് പറയണത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം മാത്രമല്ല, ലോക ആരോഗ്യ സംഘടനകൾ, വൈദ്യശാസ്ത്രം, അവർ പോലും ഈ പറയുന്ന ചേലാകർമ്മം കൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ചും ചേലാകർമ്മം ചെയ്യാതിരിക്കുമ്പോഴുള്ള പ്രയാസകരമായ രോഗങ്ങളെക്കുറിച്ചും കൃത്യമായി ബോധ്യം നൽകുകയാണ്. അതല്ലാതെ അതൊരു മനുഷ്യാവകാശ അല്ലെങ്കിൽ ബാലാവകാശ ലംഘനമായിട്ടല്ല. അണുക്കളില്ലാതെ രോഗങ്ങളില്ലാതെ പ്രത്യുൽപാദനവും വിസർജനവും ഒക്കെ കൃത്യമായി നടക്കാൻ വേണ്ടിയിട്ട് ചേലാകർമ്മം ചെയ്തുകൊണ്ട് ആ കുട്ടിയെ രോഗവിമുക്തമാക്കുക, അതിലൂടെ ലൈംഗികതയെ കൃത്യമായി നടപ്പിൽ വരുത്താൻ സഹായിക്കുക, മാത്രമല്ല പഴുപ്പ് പോലുള്ള അതായത് അണുബാധ ഫംഗസ് വരാതെ സൂക്ഷിക്കുക എന്നുള്ള ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് തന്നെയാണ് ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിച്ചതും അതിനെ സുന്നത്തായി കണ്ടതുമൊക്കെ. ആ വിഷയത്തെ അത് ശരിവെക്കുകയാണ് ഇന്നിൻ്റെ നൂതനമായ ശാസ്ത്രലോകം പോലും. അപ്പോഴാണ് ഓരോരുത്തർ വന്നിട്ട് അത് ബാലാവകാശ ലംഘനമാണ്, മനുഷ്യാവകാശ ലംഘനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരാതിയുമായി വരുമ്പോൾ അവരുടെയൊക്കെ താല്പര്യം ഇസ്ലാമിനെ എതിർക്കുക എന്നുള്ളത് മാത്രമായിരിക്കും. കാരണം ശാസ്ത്രം ഇത് ശരിവെക്കുമ്പോൾ പിന്നെ അതിനെ എതിർപ്പുമായി വരണമെങ്കിൽ അവരുടെ മനോഭാവം എന്തായിരിക്കുമെന്ന് സാമാന്യ ബോധമുള്ളവർ ആലോചിച്ചാൽ മതി. എത്രയോ ഹൈന്ദവ സഹോദരങ്ങൾ ചേലാകർമ്മം ചെയ്തത് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ചേലാകർമ്മം ചെയ്തത് നമുക്കറിയാം. നിങ്ങൾക്ക് ചുറ്റുപാടുമുണ്ട്, മതമുള്ളവനുണ്ട്, ഇല്ലാത്തവനുണ്ട്. അപ്പോൾ ഈ പറയുന്നത് പോലെ 70% മുസ്ലിങ്ങളാണ് എങ്കിൽ 30% മുസ്ലിം അല്ലാത്തവരും ഈ ഒരു ചേലാകർമ്മത്തിൽ പങ്കാളിയാകുന്നു, ആ ഒരു ചികിത്സക്ക് വിധേയമാകുന്നു. അങ്ങനെ തന്നെ വെച്ചോളൂ. എന്തിനു വേണ്ടി എന്ന് അവരോട് ചെന്ന് ചോദിച്ചാൽ മതി. എന്തിനാണ് സുഹൃത്തെ നീ ചേലാകർമ്മം ചെയ്തത്? നീ മുസ്ലിം അല്ലല്ലോ
എന്ന് ചേലാകർമ്മം ചെയ്ത ഒരു സുഹൃത്തിനെ കാണുമ്പോൾ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും അവരനുഭവിച്ച പ്രയാസത്തെക്കുറിച്ച്, ആ ചേലാകർമ്മം നടത്തിയതോടുകൂടി അവർക്കുണ്ടായ മാറ്റത്തെക്കുറിച്ച് അവർ പറഞ്ഞു തരും എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം കൂടി പറയട്ടെ. ഇസ്ലാമിൻ്റെ ഓരോ കാര്യങ്ങളും അത് മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് പറഞ്ഞതല്ല, മനുഷ്യരാശിക്ക് മുഴുവൻ പറഞ്ഞതാണ്. അത് പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അത് പ്രാവർത്തികമാക്കുമ്പോൾ അതിന് നല്ല റിസൾട്ട് ഉണ്ടാകും എന്നുള്ളത് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത്തരം വിഷയങ്ങൾ വരുമ്പോഴാണ് ഇസ്ലാമിനെ കുറിച്ചൊക്കെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ തന്നെ തുറന്നു പറയാൻ സാധിക്കുക. ചേലാകർമ്മം ഇസ്ലാമിന്റെ വീക്ഷണം പഠിക്കേണ്ടതാണ്. ഇന്നിന്റെ ആധുനിക വൈദ്യശാസ്ത്രത്തെക്കുറിച്ചും അതിൻ്റെ വിവക്ഷകളെക്കുറിച്ചും പഠിക്കേണ്ടത് തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി.